വെൽക്കം ബാക്ക് ഗായ്സ്. നമ്മൾ ഇന്ന് സ്കാർഫാളിൽ TDM മാച്ച് തന്നെ കളിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു സ്കാർഫാളിൽ. നമുക്ക് ഒത്തിരി റീച്ചൊന്നും കിട്ടിയില്ല. നിങ്ങൾ കാണുന്നവരാരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടു. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ. ഇനി നമുക്ക് 4x4 TDM തന്നെ കളിക്കാം. അൺറാങ്ക്ഡ് കളിക്കാം, വെറുതെ പ്രശ്നമാക്കണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, മാച്ചിലോട്ട് പോവുകയാണ്. പിന്നെ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം, ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണുക. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഗെയിമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രീ ഫയർ PUBG ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല സ്കാർഫാൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ടീമിൽ ഗ്രിപ്പ് റെപ്പർ ഗെയിമിച്ചായൻ DFX ഇതേ പേരില്ലാതൊക്കെ ഇടാൻ പറ്റുമെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ. എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും ഞാൻ കൂടെ പഠിച്ചിട്ടില്ല. നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്കാറാണ് ആദ്യം തന്നെ കയ്യിലോട്ട് കിട്ടിയത്. ഈ സ്കാർ ഇവിടുന്ന് മാറ്റാൻ എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. ഓക്കെ, കളിയിലോട്ട് വരും. ഓക്കെ, അവിടെ ഒരു തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുഴപ്പം, നമുക്ക് എയിം അത്ര ശരിയാകുന്നില്ല. അങ്ങനെയൊക്കെ ഇവിടുന്ന് അത്രയും ദൂരത്തുനിന്ന് എന്ത് ക്വാളിറ്റിയിൽ അവനൊക്കെ അടിക്കുന്നത്. അൺറാങ്ക്ഡ് കളിച്ച് നന്നായി, റാങ്കാണ് ഞാൻ തൂറിയാൻ. എന്തിരോട്ടെ, ഇതാണ് കുഴപ്പം. യുവമാരത്ത് എങ്ങനെ ഇത്ര നന്നായിട്ട് അടിക്കുന്നത് എനിക്കത്. നമുക്കാണെങ്കിൽ നല്ല ഗണ്ണിടാനും അറിയത്തില്ല. ഏതായാലും നമുക്കുള്ള രീതിയിലും കളിക്കാം. ഓക്കെ, നമ്മൾ പിന്നെയും മുന്നോട്ട് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഗണ്ണ് മാറ്റാനൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അവിടെ ബോംബ് വന്ന് വീണ്, അതിൽ മാറി നിൽക്കാം. അവിടെ അടുത്തൊരുത്തരുണ്ട്. ചിഹ്നം കാണിച്ചു. ഏതോ ഒരുത്തർ നമ്മുടെ കീഴേ നിപ്പുണ്ട്. അത്ര അടി എവിടെ നിന്നാണ് കിട്ടിയെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. ലൈഫ് കയറുന്ന വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്പോട്ട് ചെയ്ത് നമ്മളതിൻ്റെ പുറകിൽ നിന്നിട്ട് ഒരു ഇമാരി ഹെഡ്ഷോട്ട് അടിക്കുക. ഇതൊക്കെ തന്നെ കുഴപ്പം. ഇതാണ് ഞാൻ ഈ പുത്തൻ ഗെയിമൊന്നും കളിക്കാത്തത്. നമുക്കൊന്നും പിടി കിട്ടുകയില്ല. നമുക്ക് ഒരുത്തരം നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവനെ അടിക്കുന്നുണ്ട്, എയിം കിട്ടുന്നില്ല. ഓക്കെ, അവനോട് നമ്മളെ നോക്കിയിരിക്കുകയാണ്, നമ്മളെ ലൈഫ് കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, പയ്യെ ലൈഫ് കയറുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇവിടുന്ന് മുങ്ങിയേക്കാം. ഓക്കെ, നമ്മൾ വഴുതി മാറി അവിടുന്ന്. അതാ നമ്മുടെ ടീമേറ്റിനെ അവൻ അടിച്ചിട്ടു. ഓക്കെ, റീലോഡ് എന്തൊരു കുഴപ്പം. ഓക്കെ, അവൻ കയറി വന്ന് അവൻ അടിച്ച്. ഓക്കെ, നമ്മുടെ ടീമേറ്റ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടൊന്നും കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല, കളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലൈഫ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ചെയ്യാൻ തോന്നുന്നു. ഗ്രോസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് സ്വിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവന്മാർ നമ്മൾ അടിച്ചിടും. ഒരുത്തൻ നേരെ കയറി വന്നു. നമ്മളവിടെ കുനിഞ്ഞിരുന്നു. ഒരു രക്ഷയില്ല. അവൻ നമ്മളെ നല്ല അടി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ലൈഫും കുറവാണ്. ഓക്കെ, നമ്മൾ അവന്മാരുടെ ഏരിയയിലോട്ട് തന്നെ കയറി ചെന്നു. എവിടുന്നൊക്കെ അടി കിട്ടുമെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഓക്കെ, അവൻ ഇതുവരെ ചത്തിട്ടില്ല. എന്താണ് ഇവനെ നമുക്ക് എയിം പോലും പിടിക്കുന്നില്ല. ഓക്കെ, നമുക്ക് റീലോഡിങ് ആണ്. അത് നമ്മുടെ ടീമേറ്റ് അവിടെ ആരും ഒരുത്തനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പയ്യെ പോയി നോക്കാം. ഇവിടെ ഒരുത്തൻ്റെയും മണ്ടേ താഴോട്ട് ഇറങ്ങി വന്നു. നമ്മളവിടെ കവർ എടുത്തിട്ട് ഇത്രയും ലോങ്ങിൽ നിന്നൊക്കെയാണ് നമ്മൾ അടിച്ചിടുന്നത്. ഒന്നില്ല, പിന്നെയും ജനറേഷനായി പിന്നെയും വരുവാണ്. ഓക്കെ, ഇതേ അവിടെ നമ്മൾ രണ്ടുപേരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുത്തരുണ്ട്, നമ്മൾ നല്ല ഡാമേജ് കൊടുത്തു. ഓക്കെ, ഒരു കില്ല് നമ്മളവിടെ ഫിനിഷ് ചെയ്തു. അതാ ഒരുത്തനവിടെ നമ്മളെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് പയ്യെ തെന്നിച്ചെല്ലാന്നുള്ള രീതി ഇരിക്കുകയായിരുന്നു. നമ്മളിവിടുന്ന് തെന്നിച്ചത് നേരെ ചെന്നപ്പം അതാവാം. ഓക്കെ, ആ കില്ല് നമ്മളങ്ങനെ വാരി. അതാ വേറൊരുത്തനോ അവനെ നമ്മൾ അടിച്ചിട്ടേക്ക്. അത്യാവശ്യം നല്ല ഡാമേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. മണ്ടേന്ന് അവന് സപ്പോർട്ടും വന്ന് പുറകിൽ നിന്ന് വേറൊരുത്തനും കൂടെ. ഓക്കെ, നമ്മൾ സ്ലൈഡ് ചെയ്ത് 3 പേരുടെ ഇടയിലോട്ട് നമ്മൾ ചെയ്തത്. അത്ര 3 പേരുടെ ഇടയിലോട്ട് ചെല്ലണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പിന്നെ അവിടെ തന്നെ വന്നിട്ടുണ്ട്. അത് അവിടെ ആയിട്ടൊരുത്തനെ കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇറങ്ങിയൊരു അവനൊക്കെ നമ്മളെ കാണാൻ കാത്തിരിക്കുക അടിച്ചിടാൻ. ഏതായാലും നമുക്ക് എങ്ങനെയും കളി ജയിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പിന്നെയും ഗണ്ണും എടുത്തുകൊണ്ട് ചെന്നു. ഓക്കെ, ആദ്യം അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവൻ നമുക്ക് അത്യാവശ്യം ഡാമേജ്. നമുക്ക് സൈഡിൽ നിന്ന് അടി വരുന്നു. സൈഡിൽ നിന്ന് ഇദ്ദേഹം ബോംബ് എറിഞ്ഞു കയറി ചെന്ന് നമ്മൾ. അതാണ് നല്ല ഡാമേജ് തന്നെ നമ്മൾ കൊടുത്തു. ഓക്കെ, അവനെ റീലോഡ്.
ഇതാണ് ഗൈസ്, റീലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പിന്നെയും ഗണ്ണും എടുത്തുകൊണ്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇത്തവണ എങ്ങനെയാവുമെന്ന് ഒരു പിടിയില്ല. ഓക്കെ, 32-28 സ്കോറ്. കളി തീരാൻ ഇനി വലിയ നേരമൊന്നുമില്ല. നമ്മൾ വഴി ഓർക്ക് അവനെ നമ്മൾ അടിച്ചു വേണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അവനെ നമ്മൾ അടിച്ചിട്ടിരിക്കും. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബിൻ്റെ വിഷയമാണ്. അവനെ നമ്മൾ അടിച്ചിടണം. അതാ കയറി വന്ന് അയ്യോ അവൻ നമ്മൾ അടിക്കിഞ്ച പരിപാടി. നമുക്കിവിടെ കുനിഞ്ഞിരിക്കാം. അവൻ വരുമെന്ന് നമുക്ക് തോന്നില്ല. വേറെ 2 പേരും, ഇപ്പോൾ 3 പേരായിട്ടാണല്ലോ എന്നെ എപ്പോഴും അടിക്കുന്നത്. അത് നിങ്ങൾ നോക്കണ്ടായിരുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരെ പിന്നെയും കയറി ചെന്നു. ഇവിടെ ഇരുന്ന വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരുത്തൻ വഴുതി വരുന്നുണ്ട്. അവനെ ഇത് അവിടെ വെച്ച് സ്റ്റക്കായതാണ്. നമ്മളെ ടീമിനെ അവൻ അടിച്ചിട്ടു. നമ്മുടെ ടീമിനെ അടിച്ചിട്ട് അവനെ നമ്മൾ പോയിക്കണം. ഓക്കെ, അവിടെ 2 പേര് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുത്തൻ അതിൻ്റെ പുറകിലും ഒരുത്തൻ താഴെയായിട്ട്. ഓക്കെ, അവൻ ആ താഴെ നിൽക്കുന്നവനെ നമുക്ക് എങ്ങനെയും തീർക്കണം. യെസ്, നമ്മൾ കില്ലെടുത്തില്ലെങ്കിൽ നമ്മൾ വിക്ടറി അടിക്കും. അതാണ് നമ്മൾ ഗെയിം ചായൻ. നമ്മൾ വിക്ടറിയാണ് നമ്മളുടെ പ്രതീക്ഷ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.